എല്ലാവർക്കും NTV അവതരിപ്പിക്കുന്ന കുരുത്തോലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഭക്തിഗാനങ്ങളുടെ ഹൃദയത്തിന് സമാധാനം പകരുന്ന, ഹൃദയത്തെ തലോടുന്ന നല്ല ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ ഒത്തിരി നല്ല ഗാനങ്ങളൊക്കെ നമ്മൾ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ആസ്വദിക്കുകയുണ്ടായി. നമ്മുടെ പ്രതികൂലമായ സാഹചര്യത്തിലൊക്കെ നമ്മുടെ മനസ്സിനെ തലോടുവാനും നമുക്കൊരാശ്വാസം പകരുവാനും ഈ ഭക്തിഗാനങ്ങൾക്കൊക്കെ എത്രമാത്രം സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒത്തിരിയേറെ കോളേഴ്സ് അവരുടെ നല്ല ഗാനങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്, പല പല ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ വീഡിയോയുടെ അവൈലബിലിറ്റിയൊക്കെ അനുസരിച്ച് തീർച്ചയായിട്ടും മാക്സിമം ഗാനങ്ങളൊക്കെ നമ്മൾ വെക്കുന്നതുമുണ്ട്. എന്താ പറയുക, ജീവിതത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ വരാമായിരുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ, നമ്മുടെ മഹിമയൊന്നുമല്ല, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ നമ്മളെ ഒരാപത്തും അനർത്ഥം ഒന്നും കൂടാതെ, അറിയാമല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഭൂകമ്പങ്ങളും ദുരന്തങ്ങളൊക്കെ നടക്കുകയാണ്. അതിൽ നിന്നൊക്കെ നമ്മളെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ച് താങ്ങി നിർത്തിയിരിക്കുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളോടുള്ള. തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും നല്ല നല്ല ഗാനങ്ങളായിട്ട് നമ്മൾ കുറിക്കുകയും അതിന് നല്ല ഈണങ്ങൾ ലഭിക്കുകയും അനുഭവങ്ങളോടുകൂടിയുള്ള ഹൃദയഭക്തിയോടുകൂടിയുള്ള ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ഭക്തിഗാനങ്ങളായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള ഗാനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ഘട്ടങ്ങളിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെ തലോടുന്നുണ്ട്. അങ്ങനെ ഗാനങ്ങൾക്ക് എന്നും ഒരു നല്ല ജീവിതം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എത്ര കേട്ടാലും നമ്മൾക്ക് മതിയാകാത്ത എത്രയോ നല്ല ഗാനങ്ങളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-15 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു നല്ല ആൽബം, അന്നൊക്കെ CD അല്ല, ഈവൻ കാസറ്റുകളായിരുന്നു, ഇപ്പോൾ അതൊന്നും ലഭിക്കുന്നില്ല. ഫാദർ ജോൺ പൈനുങ്കലിൻ്റെ രചനയിലുള്ള കുറേ നല്ല ഗാനങ്ങൾ, ഹൃദയത്തെ നമ്മളെ സ്പർശിക്കുന്ന തരത്തിലുള്ള അനുഭവസമ്പത്തായ ചില കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഭക്തി നിർഭരമായ വളരെ നല്ല ഗാനങ്ങൾ അടങ്ങിയ ചില ആൽബങ്ങളൊക്കെ ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഗാനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. കാരണം അത്രമാത്രം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഗാനങ്ങളൊക്കെ തന്നെയാണത്. ജേക്കബ് കൊരട്ടി എന്ന ഒരു സംവിധായകൻ്റെ സംഗീത സംവിധാനം ചെയ്ത ഹൃദയവിളക്ക് എന്ന ആൽബത്തിലെ വളരെ മനോഹരങ്ങളായ കുറേ ഗാനങ്ങളുണ്ട്. നമുക്കെന്തായാലും ആ ഒരു ഗാനം ആ ഗാനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനുശേഷം മറ്റ് പല ഗാനങ്ങളുടെ വീഡിയോയിലേക്കും പോകേണ്ടതായിട്ടുണ്ട്. നമുക്കെന്തായാലും ഹൃദയവിളക്ക് എന്ന ആൽബത്തിലെ കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയവിളക്ക് തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് വരുവാൻ നമ്മളൊരാഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ, അത് ദൈവസന്നിധിയിൽ നമ്മൾ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്നത് പോലെ അന്വേഷിക്കുവിൻ കണ്ടെത്തും. ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വരും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയുമില്ല. എന്തായാലും നമുക്ക് ആ ഒരു ഗാനത്തിലേക്ക് ആദ്യമേ തന്നെ പോവാം. കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയവിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയവിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ കാലങ്ങളെ
കാത്തിരിപ്പൂ. കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയ വിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. എല്ലാം മറന്നു പുഞ്ചിരി തൂകിടാനും ഏറെ കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല. എല്ലാം മറന്നു പുഞ്ചിരി തൂകിടാനും ഏറെ കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല. നെഞ്ചിൻ്റെ നോവുകൾ വിങ്ങലായി തീരവേ നെഞ്ചേറ്റി ഓമനിക്കാൻ വരികില്ലേ. നെഞ്ചിൻ്റെ നോവുകൾ വിങ്ങലായി തീരവേ നെഞ്ചേറ്റി ഓമനിക്കാൻ വരികില്ലേ. കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയ വിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. എല്ലാം സഹിച്ചു നീങ്ങിടുവാനീ ഭൂമി എന്നും കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല. എല്ലാം സഹിച്ചു നീങ്ങിടുവാനീ ഭൂമി എന്നും കൊതിയുണ്ടെന്നാകിലും കഴിയുന്നില്ല. ഉള്ളിൻ്റെ നോവുകൾ ഏറെയാണെന്നാഥ, എന്നാണെന്നാശ്വാസകനായി നീ വരിക. ഉള്ളിൻ്റെ നോവുകൾ ഏറെയാണെന്നാഥ, എന്നാണെന്നാശ്വാസകനായി നീ വരിക. കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയ വിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ, കാലങ്ങളേറെയായി കാത്തിരിപ്പൂ. കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ, കാലങ്ങളേറെയായി കാത്തിരിപ്പൂ. കണ്ണീരൊഴിച്ചെൻ്റെ ഹൃദയ വിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടും. ലോകത്തിൻ്റെ മോഹങ്ങളിലോ അല്ലെങ്കിൽ ലോകമെന്ന് പറയുന്നത് നമ്മൾക്ക് സങ്കടവും ദുരിതവും കഷ്ടപ്പാടുകളും ഒക്കെയാണ് തരുന്നത്. ശരിക്കും ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ നമ്മൾക്ക് നന്മ നിറഞ്ഞ മനസ്സോടുകൂടി അല്ലെ മറ്റുള്ളവരോട് സ്നേഹം മാത്രം ചൊരിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് പ്രതികൂലം വരുമ്പോഴും തിന്മകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും മറ്റുള്ളവരോട് സ്നേഹമായിട്ട് ഇടപെടുവാനും അതൊക്കെ പുറത്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പിടിച്ചു നിന്ന് നമുക്ക് നന്മ പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് പറ്റും. നമ്മുടെ ഹൃദയം ദൈവത്തെ, നമ്മളുടെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി ദൈവത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്ന അല്ലെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ സംയോജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മനസ്സിൻ്റെ പ്രാർത്ഥന അടങ്ങുന്ന എത്ര അർത്ഥവത്തായ വരികളാണല്ലേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഈ പ്രതികൂലത്തെയൊക്കെ അതിജീവിച്ച് ദൈവത്തിൻ്റെ വരവ് നമ്മൾ കാത്തിരിക്കുകയും ദൈവത്തെ നമ്മൾ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കുകയും നമ്മളെല്ലാവരും ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരോട് എന്തൊക്കെ പ്രതികൂലങ്ങൾ നമ്മൾക്ക് നേരിട്ടാലും അതൊന്നും നമ്മളുടെ ബാധിക്കാതെ
സൗമ്യമായിട്ട് സ്നേഹത്തോടു കൂടി നമ്മുടെ പെരുമാറ്റം ഏറ്റവും ദൈവത്തിന് ഇഷ്ടമായ രീതിയിൽ തന്നെ, മറ്റുള്ളവർക്കും ഇഷ്ടമായ രീതിയിൽ തന്നെ പെരുമാറുവാൻ തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാനും നമുക്കും ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ നമുക്കതിനൊക്കെ സാധിക്കും. നമുക്കതിന് പ്രാർത്ഥിക്കണം, എല്ലാവരും അതിന് ഒരുങ്ങണം. നല്ലത് മാത്രം എല്ലാവർക്കും വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ അർത്ഥവത്തായ എത്രയെത്ര ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ നമ്മളെ പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ആവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. നമുക്കൊരു കോളർ വന്നിരുന്നു. അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടതാണ് KG മാർക്കോസിൻ്റെ ഗാനങ്ങളൊക്കെ. മാർക്കോസ് ചേട്ടൻ്റെ ഗാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പോപ്പുലറാണ്. എല്ലാവരും വേദികളിലൊക്കെ ആലപിക്കുന്ന ഗാനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അന്നത്തെ എപ്പിസോഡിൽ നമുക്കത് വെക്കുവാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും മാർക്കോസ് ചേട്ടൻ്റെ ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ഗാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാസ്റ്റർ സാബു ലൂയിസ് അനേകം ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഗായകരെ രംഗത്ത് കൊണ്ടുവന്ന നല്ല നല്ല ഗാനങ്ങൾ, ഹൃദയത്തെ തലോടുന്ന, നമുക്കെപ്പോഴും വർഷിപ്പ് സോങ്ങുകളൊക്കെ ആണെങ്കിലും ഫാസ്റ്റ് നമ്പർ സോങ്ങുകളൊക്കെ ആണെങ്കിലും തന്നെ ഒത്തിരി നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള പാസ്റ്റർ സാബു ലൂയിസ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ ദൈവം ഇടപെട്ടപ്പോൾ അദ്ദേഹത്തിന് രചിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള, സംഭാവന നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള ഒത്തിരി നല്ല ഗാനങ്ങൾ അടങ്ങിയ പല പല ആൽബങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിലെ മാർക്കോസ് ചേട്ടൻ ആലപിച്ച ഒരു ഗാനത്തിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം.